ഏതായാലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ വിവാദ വിഷയമായി മാറിയ ഒന്നായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് വടകരയിൽ. വടകരയിൽ. അത് ഷാഫിക്കെതിരെ അവിടെ വളരെ വ്യാപകമായി അത് പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് സംഗതി വശക്കേടാണ് എന്ന് മനസ്സിൽ സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കൾ പോലും അത് പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം അവരെല്ലാവരും പതുക്കെ ഈ സ്ക്രീൻഷോട്ട് വലിച്ചങ്ങ് തല ഊരുകയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പാറക്കൽ അബ്ദുള്ള MLA അദ്ദേഹം ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളത്, അതിന് പിന്നിൽ ആരാണെന്നുള്ളത്. ഒറ്റ ഒരുത്തനെയും വെറുതെ വിടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതെ. അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം അതിന് മുമ്പ് പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ കാട്ടിക്കൂട്ടിയത്? ഇവർ കാട്ടിക്കൂട്ടിയതും ഇവർക്ക് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ വേറെ വശത്തും പോലീസുകാർ. അതെ, ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ കക്ഷികളിൽ ചില മാധ്യമപ്രവർത്തകരുണ്ട്. ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ പേരെല്ലാം പേര് പറയുന്നില്ല, അവരെയൊക്കെ പുറകെ പൊക്കിക്കോളും. അവരാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അഴിഞ്ഞാടിയത്. ഈ PV അൻവർ എന്ന് പറയുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന അൻവറിനെയും കൂട്ടുപിടിച്ച് മറുനാടൻ വേട്ടയ്ക്കടക്കം ഏഷ്യാനെറ്റ് വേട്ടയ്ക്കടക്കം മുന്നിട്ടിറങ്ങിയ ആൾക്കാരുണ്ട്. അതെ, ഇവർ വലിയൊരു സംഘമാണ്. മാഫിയ സംഘത്തിൻ്റെ കൂടെ ചേർന്ന മാധ്യമപ്രവർത്തകർ. അതെ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് തയ്യാറാക്കിയത് എന്നാണ് അന്ന് തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതാദ്യം പങ്കുവച്ചത് ഒരു വനിതാ നേതാവ് CPM KK ലതിക ഉൾപ്പെടെയുള്ള മുൻ MLA, CPM മുൻ MLA. അത് അവർ P മോഹന മാസ്റ്ററിന്റെ ഭാര്യയാണ്. പ്രമുഖ നേതാവ് തന്നെയാണ് CPM. അപ്പോൾ ഇതിനകത്ത് ശക്തമായൊരു ഗൂഢാലോചന നടന്നിരുന്നു കാഫിർ സ്ക്രീൻഷോട്ടിൽ. ഇപ്പോൾ നമുക്കറിയാം എങ്ങനെ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാം, അല്ലേ? അതാണ് അവർ ലക്ഷ്യമിട്ടത്. ന്യൂനപക്ഷ സമുദായക്കാരനായതുകൊണ്ട് തന്നെ ആ ആംഗിളിൽ എടുത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കി വോട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരത് ചെയ്തത്. അല്ലെങ്കിൽ പിണറായിയുടെ അറിവോടെ ശൈലജയ്ക്കിട്ട് പണിയാൻ വേണ്ടി. അതാണ് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം. നമ്മളെല്ലാം ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അവരും ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്ക്രീൻഷോട്ടിന് ശരിവയ്ക്കുകയായിരുന്നു. ഇങ്ങനെ ഒന്നുണ്ട് എന്നുള്ള കാര്യം അവർ ശരിവയ്ക്കാൻ നോക്കുന്നു എന്ന് പറയായിരുന്നവർ. ഇത് ഒരു എന്തോ ഒരു ബാലകൃഷ്ണൻ, അയാളുടെ പേരങ്ങ് പറഞ്ഞു, രമേഷ് ബാലകൃഷ്ണൻ. അതെ അതെ, അങ്ങനെ പറഞ്ഞ ഒരാളാണ്. പക്ഷെ PK കാസിം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ലീഗ് പ്രവർത്തകൻ, അയാളുടെ പേരിലാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചു. അയാളുടെ പേരിൽ നിർമ്മിച്ച് ഇറക്കിയായിരുന്നു. അയാളല്ല ചെയ്തത്, അയാളുടെ പേരിൽ നിർമ്മിച്ചു. അയാളാണ് ഇത് പരാതി കൊടുക്കുന്നത്. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഈ സൈബർ സെല്ല് ഇതെല്ലാം കണ്ടെത്തിയതുമാണ്. മാത്രമല്ല ഈ CPM നേതാക്കൾ എല്ലാവരും ഇത് മുക്കുകയും ചെയ്തു. അത് അമ്പലമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ 2 ഇടത് സൈബർ ഹാൻഡിലുകളാണ് ഇതിന് വേണ്ട രീതിയിൽ പ്രചാരണം കൊടുത്തത്. ഇതിന് പ്രചാരണം കൊടുത്തു. ആ നാട്ടിൽ ഇത് മുഴുവൻ അടിച്ചിറക്കി. ഒടുവിൽ എന്തൊരു സോഷ്യൽ മീഡിയ നിന്ന് കത്തി ഈ സമയത്ത് കത്തുകരുത്. കാര്യം ഇത് വർഗീയ വിഷമല്ലേ ഇവർ ഇതിൽ കൂടെ പ്രചരിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് രീതികൾ CPM പണ്ട് പോലെ ഉണ്ട്. ഇവരുടെ പഴയ ഗർഭസത്യാഗ്രഹ മോഡൽസ്, ഇത്തരം ആക്രമണ പരിപാടികൾ ഇവർ പലപ്പോഴും മുമ്പും ചെയ്തിട്ടുള്ളതാണ്. പല തെരഞ്ഞെടുപ്പുകളിലും ഇവർ വളരെ ഫലപ്രദമായി ഈ വർഗീയത ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വർഗീയത എന്ന് പറഞ്ഞാൽ മറ്റുള്ളതുപോലല്ല, ഗർഭസത്യാഗ്രഹം പോലല്ല. നമ്മൾ കണ്ടതാണല്ലോ. KC മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് CPM ഒരു സഖാവ് ഫ്ലക്സ് എടുത്തോണ്ട് പോയതാ രാജ്ക്ക് രാമാനം. ഇതേപോലെ ഈ പല പോസ്റ്ററുകളുടെ പിന്നിൽ ഇവർ തന്നെയാണ്. ചില ഭാഗത്ത് പോസ്റ്ററുകളുടെ പിന്നിൽ ഇവർ തന്നെയാണ്. ഇവരുടെ ഒരു രീതി നമുക്കറിയാമല്ലോ. ഒരു ശരാശരി അന്തം കമ്മി ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇച്ചിരി കടന്ന കൈയായിരുന്നു. ഈ കേരളത്തിൽ തന്നെ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാകാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇത് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ് പൊളിക്കാൻ സാധിച്ചിടത്താണ് കോൺഗ്രസിന്റെ വിജയവും. അവിടെ ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. വടകര എന്ന് പറയുന്ന CPMന്റെ ഒരു കോട്ടയായിരുന്ന ഒരു സ്ഥലം പണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ തിരിച്ചു പിടിച്ചു. പിന്നീട് K മുരളീധരൻ അവിടുത്തെ MP ആയി. P സതീദേവി അവിടെ MP ആയിരുന്നു. ഒരു MP ആയിരുന്നു. സതീദേവി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടെ ജയിക്കുന്നത്. അപ്പോൾ ഈ CPM വിജയിക്കാൻ വേണ്ടിയും തങ്ങളുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയും എന്ത് നാറിയകളെയും കളിക്കും. അതിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ക്രീൻഷോട്ട്. എന്താണെങ്കിലും പാറക്കൽ അബ്ദുള്ള MLA അദ്ദേഹം ഇത് കണ്ടെത്തിയ തീരൂ എന്ന് ഉള്ള നിർബന്ധത്തിലാണ്. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തു. അന്ന് പൂഴ്ത്തിയ റിപ്പോർട്ടുകൾ, അന്നത്തെ റിപ്പോർട്ടുകളെല്ലാം പൂഴ്ത്തി. ആ റിപ്പോർട്ട് ഈ പറഞ്ഞ ADGP അജിത് കുമാറിന്റെ കാര്യം ചവിട്ടിയോട്ടെ കളഞ്ഞു. ആ സംഭവം കൂട്ടി. ഈ അന്ന് ഈ റിപ്പോർട്ട് ഉണ്ടാക്കി ആളെയെല്ലാം കണ്ടെത്തി കൃത്യമായിട്ട് വന്ന റിപ്പോർട്ടുകളാണ്. അത് മുഴുവൻ കേസ് ഇവർ അട്ടിമറിക്കുക. എന്നിട്ട് ഇത്തവണയും ഈ രീതിയിലുള്ള പ്രചരണത്തിന് ഇവർ ശ്രമിച്ചിരുന്നു, അല്ലേ? അതെ അതെ, അത് എല്ലാ തവണയും ഈ വർഗീയത ഇളക്കി വിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധാരണഗതിയിൽ CPM എപ്പോഴും ചെയ്യാറുള്ള പെണ്ണ് കേസാണ് ഇവരുടെ ഒരു പ്രധാന ആയുധം. ഇപ്പോൾ 87 തെരഞ്ഞെടുപ്പിൽ ഇത് മറ്റേ സംഘവണി സംഭവം ഉപയോഗിച്ചു.
96 ആയപ്പോഴത്തേക്കും സൂര്യയിൽ കേസായി. പിന്നീട് 2006 ഐസ്ക്രീം പാർലർ കേസായി. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അവരെടുത്തുകൊണ്ട് വരും. ആ പെണ്ണ് കേസിൽ പിടിച്ചാണ് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാറുണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെ ശ്രമം നടന്നിട്ട് അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രമേ കൊണ്ടുവന്നു, പക്ഷേ അത് തിരിച്ചടിച്ചു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. അതായത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണല്ലോ മന്ത്രിമാരുടെ. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടി ഈ റിനി ആൻ ജോർജ് എന്ന് പറഞ്ഞ യുവതി വരുന്നുണ്ട്. ഈ യുവതിയെ കൂവി നശിപ്പിച്ചാണ് കരയ്ക്കോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ മറ്റൊരു സൈഡിൽ കൂടെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ പ്രായം ചെന്നൊരു അമ്മ വന്നിട്ട്, രാഹുൽ മാങ്കൂട്ടം കാറിനിടയ്ക്കൂടി ഇങ്ങനെ പോവാണ്, ഭയങ്കര ആൾക്കാർ വന്ന് പൊതിയുകയാണ് രാഹുലിന്. ഒരു പ്രായം ചെന്ന അമ്മ കഴിഞ്ഞിട്ട് എൻ്റെ മോനെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങ് ഉമ്മ കൊടുക്കുക, കാറിനകത്തൂടെ തലയിട്ടിട്ട്. അപ്പം ഞാൻ അന്തം വിട്ടുപോയി. ഈ ചെറുപ്പക്കാരനെതിരെ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പെണ്ണ് കേസ് എന്ന് പറയുന്നത് ജെന്യൂനാണ്, അത് നടന്ന സംഭവമാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരം. പക്ഷേ ഈ നാട്ടിൽ ഒരു ജനം അയാളെ വെറുക്കുന്നില്ല. ഇവിടുത്തെ അന്തം കമ്മികളും ഈ കോൺഗ്രസിൽ തന്നെ ചിലർക്കും ഒഴിച്ച് ബാക്കി ആരും അയാളെ എതിർക്കുന്നില്ല. വെച്ചാൽ അതിന്റെ അർത്ഥം CPM-ഉള്ളവർ ഇവിടെ സദാചാരികളാണെന്നുള്ളതാണ്. അല്ല, ഓരോരുത്തരുടെ പേരുള്ള കഥകൾ. അതെ, അതേസമയം ഈ രാഹുൽ ഒരു വിവാഹിതനായിരുന്നെങ്കിൽ ഇയാൾക്ക് ഈ സ്വീകാര്യത കിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇമാതിരി പണി രാഹുലിനെതിരെ ഇവർ സൃഷ്ടിച്ചത് ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ അത് രീതിയിലെല്ലാം ചെയ്തു. പക്ഷേ അവൻ്റെ വീര്യത്തിന് ഒരു കുറവും വന്നില്ല. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഇതിൽ പലരും മനസ്സ് തകർന്നു പോകും. അതെ, കുടുംബമൊക്കെയുള്ളതാണ്, പ്രത്യേകിച്ച് ഭാര്യമക്കളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇവർ തകർന്ന് പോകും. പാവം ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടാണല്ലോ. അത് കള്ളക്കഥ ഉണ്ടാക്കി ആ മനുഷ്യൻ എന്തോത്രം വേദനിച്ചാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അതുപോലെ ഇവിടെയും അത്ര ഒരു പ്രയോഗമാണ് നടത്തിയത്. ഏതായാലും അവരുടെ ആ ലക്ഷ്യം പക്ഷേ തെറ്റിപ്പോയി, അത് ചീറ്റിപ്പോയി. ആ കാഫിർ സ്ക്രീൻഷോട്ട് പൊളിഞ്ഞു. അത് വലിയ തോതിൽ അവർക്ക് തിരിച്ചടിച്ചു. അതുപോലെ ഈ സമീപ ഭാവിയിൽ വന്ന മിക്ക പ്രചാരണങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ സോണിയാഗാന്ധിയെ പ്രതിയാക്കാൻ പ്രതിക്കൂട്ടിൽ നിർത്താൻ അവസാനം MA ബേബി തന്നെ പറഞ്ഞു സോണിയാഗാന്ധി കുടുംബത്തിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി. ആലോചന അവിടെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നവരാ ഇന്ത്യ മുന്നണി ആണല്ലോ. ആ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഈ പറയുന്ന പോറ്റി അവിടെ കണ്ട് ചെന്നു എന്നും പറഞ്ഞ് അടൂർ പ്രകാശിനെ ആക്കാൻ ശ്രമിച്ചു, ആന്റണിയെ ആക്കാൻ ശ്രമിച്ചു. അടൂർ പ്രകാശ് നേരെ SIT ഒന്നും പുള്ളിയെ വിളിപ്പിച്ചില്ല. പുള്ളി നേരെ അങ്ങ് ചെന്നു, എന്നെ വിളിപ്പിക്കണ്ട നിങ്ങൾ, ഞാനിങ്ങ് വന്നു. അതെ, മാത്രമല്ല സാറേ ഇത് മൊഴി കൊടുത്തതിന് ശേഷം സാറിന് പുറകത്തെ വാലുകൾ മുന്നത്തെ വാലുകൾ തന്നെ പോകാമെന്ന് പറഞ്ഞു. അതെ, അന്ന് അടൂർ പ്രകാശ് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഈ ട്രീ കട്ടേഴ്സിനെ ഞങ്ങൾ പൂട്ടിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഇതൊക്കെ ആയി വരുന്നുണ്ട്. അല്ല, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ വിശാഖം പറഞ്ഞപ്പോൾ ഈ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയേണ്ടി വരുന്നത്. ഈ അവിടെ ഒരുമിച്ച് ഒരു കസേര ഇരിക്കുന്നവരായതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തിന് ആ മാതിരി അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും. അത് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. നേതാക്കന്മാർ തമ്മിൽ ചിലപ്പോൾ ഒരു അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, കാരണം ഈ കേസിൽ ഈ വൃത്തിയുടെ അണിച്ചവന്മാരെ മുഴുവൻ ഈ സർക്കാർ വെറുതെ വിടുകയും കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അല്ല, ഇത് ഇങ്ങനത്തെ അധാർമിക പ്രവൃത്തി ചെയ്യുന്നവരെയും ഇത്തരം ക്രിമിനലുകളെയും സത്യത്തിൽ ഇവർ ഭയക്കണം. ഇവരിനി ഇങ്ങനൊരു പണി ചെയ്യാൻ പോകരുത്. അതിനുള്ള ഒരു സന്ദേശം സത്യത്തിൽ ഇവിടുന്ന് കൊടുക്കേണ്ടതാണ്, അല്ലേ? അതെ, അതാണ് ഇത്തരം രീതികളിലൂടെ സംഭവിക്കുന്നത്. എന്താണ് ശക്തമായ നടപടികളിലൂടെ ഇങ്ങനെ ഈ വ്യാജ സ്ക്രീൻഷോട്ട്, അതുപോലെ വ്യാജ പ്രചരണങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വ്യാജ സ്ക്രീൻഷോട്ട്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെ സുദീപ് എന്ന് പറഞ്ഞ ഒരു മുൻ ജഡ്ജി, അയാൾ വളരെ മോശമായ ഭാഷ ഉപയോഗിച്ചു. എന്നിട്ട് അയാളെ വിളിച്ച് സ്റ്റേഷനിൽ എത്തി ചായയും കൊടുത്ത് പറഞ്ഞു ഇല്ലേ? അത് എത്രയോ ആൾക്കാർക്കെതിരെ ഇയാൾ വളരെ മോശമായ ഭാഷയിൽ ഇയാൾ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട് ഒന്ന് ആലോചിച്ചോണം, ആ ഒരാളെ ഞാൻ പറയാം, ഇപ്പം എനിക്കെതിരെ പോസ്റ്റ് വന്നാൽ ഒരു പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ ഇത് ചിലപ്പോൾ അങ്ങ് അവഗണിച്ചെന്ന് വരാം. പക്ഷേ എൻ്റെ വീട്ടിലിരിക്കുന്നവരോ അവർ വിഷമിക്കും. അതാണ് അവരുടെ സന്തോഷം. അങ്ങനെ വരത്തില്ല. അപ്പം അവര് എന്താ വെച്ചാൽ, നീ ഇനി ഒരിക്കലും മുളച്ചു പൊന്താൻ പാടില്ല, നിന്നെ മൂടോടെ പിഴുതെറിയണമെങ്കിൽ ഇത് വേണം. അല്ലെ വീട്ടിൽ ഇരിക്കുന്നവർ നമ്മളോട് പറയും, നിങ്ങൾ ഇനി പണിക്ക് പോകരുത്, നിങ്ങളല്ലേ ഈ പ്രവർത്തനത്തിന് ഇറങ്ങരുത്, നിങ്ങളല്ലേ ഇങ്ങനെ പറയാൻ പോകരുത്. അപ്പം നമുക്ക് അവരോട് ദേഷ്യം വരും. അവരോട് നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ ഇതിനെതിരെ ഒരു ഫൈറ്റിലായിരിക്കും നിൽക്കുന്നത്. അപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള പ്രചാരണം നമുക്കെതിരെ വരുന്നത്. എന്താണെങ്കിലും ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട്, അത് ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന കൊള്ളരുതായ്മകളിൽ ഓരോന്ന് വരുന്നതിനിടയിലാണ് ഇപ്പോൾ വ്യാജരേഖ ചമയ്ക്കുന്ന കാര്യത്തിൽ ഇവർ PhD എടുത്തിട്ടുള്ളവരാണ്. വ്യാജരേഖ ചമച്ച് PSC രക്ഷ എഴുതുന്നവർ, വ്യാജരേഖ ചമച്ച് സർക്കാർ ജോലി, വ്യാജരേഖ ചമച്ച്
PhD എടുത്തിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉള്ളതാണ്. ഉണ്ട് 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 അത് ഇംഗ്ലീഷ് അറിയാതെയും ഒന്നും അറിയാതെയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് വളരെ സ്വാഗതാർഹമാണ്. ആഭ്യന്തരമന്ത്രിയുടെ ഈ നടപടിക്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കും. കേരളത്തിലെ ജനങ്ങൾ അവരെ ഒപ്പം നിൽക്കും. കാരണം ഈ നിങ്ങൾ വെറുതെ കോംപ്രമൈസ് ചെയ്യാൻ പോരുത്. ഇന്ത്യ മുന്നണിയും നല്ല ദൈവം തമ്പരാൻ വിളിച്ച് പറഞ്ഞാൽ പോലും ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. കാരണം ഇവിടെ ജനങ്ങൾ ഇവരെ കൊണ്ട് പൊറുതി മുട്ടി ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ. അതെ അതെ, വളരെയധികം പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നിങ്ങളെ വെറുതെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ അവസാനം ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇത് ഒന്നുകൂടെ ആവർത്തിക്കും. തിരിച്ച് സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ.